ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മുറിച്ച് പങ്കുവെച്ച് നൽകിയതിന്റെയും ഒറ്റിക്കൊടുക്കപ്പെട്ടതിന്റെയും സ്വന്തം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ വലിയ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിന്റെയും ഒരു അത്താഴമേശയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പെസഹ. സ്നേഹത്തിന് രണ്ട് അറ്റങ്ങളുണ്ടെന്ന് ഈ പെസഹയുടെ അത്താഴമേശ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ആത്മാർത്ഥ സ്നേഹത്തിന് ഒരറ്റവും, രണ്ടാമതായിട്ട് ഒറ്റിക്കൊടുക്കപ്പെടലിന്റെ ഒരറ്റവും. സ്നേഹത്തിന് മരണം കൊണ്ട് വിലയിട്ട് സ്വന്തം ശരീരം മുറിച്ച് അത്താഴമേശയിൽ പങ്കുവച്ചപ്പോൾ ഈശോ ആത്മാർത്ഥതയുടെ ആ ഒരു സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരികയായിരുന്നു. രണ്ടാമതായിട്ട് അതേ അത്താഴമേശയ്ക്ക് കീഴിൽ ചതി പാകം ചെയ്ത് യൂദാസ് ആ ഒരു സ്നേഹത്തിന് ഒറ്റിക്കൊടുക്കലിന്റെ മൂടുപടം കൊണ്ട് മൂടുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു പെസഹായ്ക്ക് നമുക്ക് ചിന്തിക്കാം, ഞാൻ ഇന്ന് ഏത് അറ്റത്താണ് നിൽക്കുന്നത്? നമ്മുടെ ജീവിതമാകുന്ന അത്താഴമേശയിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നമുക്കും ആത്മാർത്ഥ സ്നേഹം പാകം ചെയ്ത് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സ്നേഹം പങ്കുവയ്ക്കുന്നിടത്താണ് കുർബാന ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധ കുർബാനകളാക്കി മാറ്റാനായിട്ട് ഈ പെസഹ തിരുനാൾ ദിവസം നമുക്ക് പരിശ്രമിക്കാം. പെസഹ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം തരുന്നു. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.